155cc 150 ബീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനം. ഒരു റേസിംഗ് DNA യമഹ 2008 പുറത്തിറക്കിയ വാഹന പ്രേമികളുടെ മനം കവർന്ന, ഇന്നും അതേ ഡിമാൻഡിൽ അതേ ജനപ്രീതിയിൽ മുന്നോട്ട് പോകുന്ന വാഹനം. ആ റേസിംഗ് DNA അതേ പിന്മുറയിൽ യമഹ അവതരിപ്പിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള യമഹയുടെ ഏറ്റവും വലിയ പവർ മിഷൻ, അതാണ് R15. cc ഒരു ലിക്വിഡ് കൂൾ 4 സ്ട്രോക്ക് 4 വാൽവ് എഞ്ചിനാണ് R15 യമഹ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 18.4 PS പവറും 14.2 Nm ടോർക്കും ജനറേറ്റ് ചെയ്യാൻ ഈ 155cc ഈ എഞ്ചിന് സാധിക്കും എന്നുള്ളതാണ് R15 വ്യത്യസ്തമാക്കുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ഫ്യൂൽ ടൈപ്പ് വരുന്ന R15 മൾട്ടിപ്പിൾ ഡിസ്കിലുള്ള ഒരു വെറ്റ് ക്ലച്ച് ടൈപ്പാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ട്രാൻസിഷനിലേക്ക് വരുന്ന നമുക്കൊരു കോൺസ്റ്റന്റ് 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് R15 ഉള്ളത്. DNA വരുന്ന വാഹനമായതുകൊണ്ട് തന്നെ മറ്റൊരു വാഹനത്തെക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റി അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡെൽറ്റ ബോക്സ് ഫ്രെയിം ടൈപ്പാണ് R15 ഒരുക്കിയിരിക്കുന്നത്. ഒരു സ്പോർട്സ് പ്രീമിയം വാഹനങ്ങൾക്ക് അതിന്റെ USD ഫോർക്ക്, ഒരു ടെലിസ്കോപ്പിക്കൽ ആയിട്ടുള്ള അപ്സൈഡ് ഡൗൺ ഫോർക്ക് തന്നെയാണ് R15 യമഹ ഒരുക്കിയിരിക്കുന്നത്. ഡുവൽ ചാനൽ ABS വരുന്ന അതിന്റെ 282 mm ഫ്രണ്ട് ഡിസ്ക് പ്ലേറ്റും 220 mm ബാക്ക് ഡിസ്ക് പ്ലേറ്റും പ്ലേറ്റ് സൈസിലും ഡുവൽ ചാനൽ ABS വളരെ സെക്യൂർ ആയ സേഫ് ആയിട്ടുള്ള ഒരു റൈഡ് R15 പ്രൊമോട്ട് ചെയ്യുന്നു. 100-80-17 ഫ്രണ്ട് ടയർ സൈസും 140-70-17 ബാക്ക് റിയർ ടയർ സൈസുമാണ് R15 ഉള്ളത്. R15 ഒരു ഫ്രണ്ട് വ്യൂവിലേക്ക് വരും, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് R15 വരുന്നത്. ഒരു ബൈ ഫങ്ഷൻ ആയിട്ടുള്ള ഒരു LED പ്രൊജക്ടർ ലാമ്പ് ഹെഡ്ലൈറ്റ് R15 നമുക്ക് ഫ്രണ്ടിൽ സീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു DRL സ്ലിപ്പും R15 ആ ഒരു ഫ്രണ്ട് വ്യൂവിനെ അഗ്രസീവ് ആക്കാൻ സാധിക്കുന്നതാണ്. ഒരു നെഗറ്റീവ് ഡിജിറ്റൽ മീറ്റർ ആണ് R15 നമുക്ക് കാണുന്നത്. ബേസിക് ഫങ്ഷൻസ്, ക്ലോക്ക് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അതിനകത്ത് നമുക്ക് സീൻ ചെയ്യാൻ സാധിക്കും. അതിലൂടെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റങ്ങൾ ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന ഒരു ജോയ്സ്റ്റിക്കലായിട്ടുള്ള ഒരു ഡിസ്പ്ലേ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കീസും R15 ക്ലസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. സെൽഫ് സ്റ്റാർട്ടിക് ഡിവിഷനിൽ നമുക്കൊരു സിംഗിൾ എഞ്ചിൻ കില്ല് ഉൾപ്പെടെയുള്ള എല്ലാ ഒരു സിംഗിൾ സ്വിച്ച് പാനലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് നമുക്കൊരു ലോങ് പ്രസ്സില് അതിന്റെ വണ്ടിയുടെ ഇഗ്നിഷൻ, വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ആ സ്വിച്ച് പാനലിൽ തന്നെ ഒരു ഹസാർഡ് ലൈറ്റ് നമുക്ക് സീൻ ചെയ്യാൻ സാധിക്കുന്നു. 1990 mm ആണ് R15 ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 725 mm ഓവറോൾ വിഡ്ത്തും 1135 mm ഹൈറ്റും 170 mm ക്രൗൺ ക്ലിയറൻസും R15 സ്വന്തമാണ്. 141 കിലോ കർവ് വെയിറ്റ് ആണ് വാഹനത്തിനുള്ളത്. അത്യാവശ്യം നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ R15 സാധിക്കുന്നുണ്ട്. 11 ലിറ്റർ ആണ് R15 ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ് സീറ്റ് ആണ് R15 ഉള്ളത്. അതുപോലെ തന്നെ ബാക്ക് സീറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സീറ്റ് ലോക്കും സീറ്റിന്റെ സ്പ്ലിറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പെർഫോമൻസ് റേസിംഗ് DNA പെടുന്ന വാഹനങ്ങൾക്ക് കോമൺ ആയി കാണപ്പെടുന്ന ഒരു സിറ്റി പൊസിഷൻ, ഒരു ആരോ ടോപ്പ് ആയിട്ടുള്ള ഒരു സിറ്റി പൊസിഷൻ ആണ് R15 പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ പെർഫോമൻസിന് പ്രിഫറൻസ് നൽകുന്ന തരത്തിലുള്ള ഒരു സിറ്റിംഗ് പൊസിഷൻ ആണ് R15 ഉള്ളത്. 2026 മോഡലിൽ തന്നെ R15 ഗ്ലോസി ആയിട്ടുള്ള ഒരു മെറ്റാലിക് ബ്ലാക്കില്, അതുപോലെ റേസിംഗ് ബ്ലൂവില്, ഇന്റൻസിറ്റി വൈറ്റില്, വിവിഡ് റെഡില് 4 കളർ പാറ്റേൺസിലാണ് V4 നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്.
2026 മോഡൽ R15V4 നമുക്ക് സഫിഷ്യന്റ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കോട്ടയം ജോർജ് മൈജോയിൽ നിങ്ങൾക്ക് കാണാൻ വലിയ ഓഫറോട് കൂടി R15 സ്വന്തമാക്കാം. 14,999 രൂപ വരെ ഡൗൺ പേയ്മെന്റിന് നമുക്ക് R15 സ്വന്തമാക്കാൻ സാധിക്കും. We welcome to George Maijo, Kottayam. Thank you.